നമസ്കാരം. മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജി പാർലമെൻറ്റേറിയനാണ്. പക്ഷേ ആ പാർലമെൻറ്റേറിയൻ എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് അകന്നു മാറുന്നതുകൊണ്ട് ഒരു ഗുണ്ട എങ്ങനെയാണോ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്, അത്തരത്തിൽ ഉള്ള വെല്ലുവിളികളായിരുന്നു ഇയാളുടെ പ്രസംഗങ്ങൾ. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലുടനീളം ഇയാൾ നടത്തിയ പ്രസംഗങ്ങൾ അത്തരത്തിലായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ TMC പരാജയപ്പെട്ടാൽ TMC പ്രവർത്തകരെ ഇളക്കി വിട്ടുകൊണ്ട് ജനങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങളായിരുന്നു ഇയാളുടെ പ്രസംഗങ്ങൾ ഏകദേശം മുഴുവനായും തന്നെ. അത്തരത്തിൽ അഭിഷേക് ബാനർജി നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ജഹാംഗീർ ഖാൻ, അതായത് ഫാൾട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ TMCയുടെ സ്ഥാനാർത്ഥിയായ ജഹാംഗീർ ഖാൻ ദീദിയോട് പറഞ്ഞു, മമതാ ദീദിയോട് പറഞ്ഞു അത്രേ, മമതാ ദീദി നിങ്ങൾ എനിക്ക് എല്ലാം തന്നു, പക്ഷേ ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ഇലക്ഷന് ശേഷം ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു ഇലക്ട്രിക് ക്രിമിറ്റോറിയം, ഒരു ഇതിനു വേണ്ടിയിട്ട് ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈദ്യുത ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തരണം എന്നാണ് അഭിഷേക് ബാനർജി പറഞ്ഞത്. അത്തരത്തിൽ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ഒരു ആക്രമണം നടക്കും, ആ ആക്രമണം നടത്തുന്നതിന് ശേഷം ധാരാളം പേർ അവിടെ കൊല്ലപ്പെടും എന്ന തരത്തിലുള്ള ഒരു ആഹ്വാനം തന്നെയായിരുന്നു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രസംഗങ്ങളാണ് അഭിഷേക് ബാനർജി നടത്തിയത്. മമതാ ബാനർജിയും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് TMCക്ക് ഇനി അടുത്ത തവണ എന്തായാലും ബംഗാൾ ലഭിക്കില്ല എന്ന് ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പിന്നീട് മമതാ ബാനർജി നടത്തിയ പ്രസംഗങ്ങളും ഇത്തരത്തിലായിരുന്നു. അതായത് ജനങ്ങളോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ TMCക്ക് വോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ മമതാ ബാനർജിയും നടത്തിയിട്ടുണ്ട്. അഭിഷേക് ബാനർജിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്ന ഒരു കലാപാഹ്വാനത്തിനെതിരെ കേസുകൾ ഉണ്ടായിരുന്നു. ഈ കേസുകൾ കോടതിയിൽ ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും അഭിഷേക് ബാനർജിക്ക് ശിക്ഷ കിട്ടുന്ന തരത്തിൽ, കാരണം അത്രമാത്രം ഡിജിറ്റൽ തെളിവുകൾ ഇയാളുടെ ഈ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ജനങ്ങളെ ഒന്നടങ്കം അടക്കി ഭരിക്കുവാനും ജനങ്ങളുടെ രക്തത്തിന് മുകളിൽ നിന്നുകൊണ്ട് ബംഗാളിൻ്റെ ഭരണം നടത്തുവാനുമാണ് അഭിഷേക് ബാനർജി ആഗ്രഹിച്ചിരുന്നത്. 2021 മോഡലിലുള്ള ആക്രമണങ്ങൾ നിരവധിയായി നടത്തുവാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കിയിരുന്നു. പല രഹസ്യ മീറ്റിങ്ങുകളുമൊക്കെ നടത്തി. പക്ഷേ അതെല്ലാം പൊളിക്കപ്പെട്ടു. കാരണം അവിടെ ഭാരതീയ ജനതാ പാർട്ടി NDAയുടെ സർക്കാർ അവിടെ നിയമിച്ചത് ഈ പോൾ വയലേഷൻസും അല്ലെങ്കിൽ പോൾ വയലൻസും ഒക്കെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട്, അതിനെ ഒതുക്കി നിർത്തുവാൻ വേണ്ടിയിട്ട് NDA അവിടെ നിയമിച്ച ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അവിടെ അജയ് പാൽ ശർമ്മയാണ്. അജയ് പാൽ ശർമ്മയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. ആ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് നേരെ നടത്തുന്ന എല്ലാ അതിക്രമങ്ങൾക്കും വളരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് IPS സിംഗം എന്നൊക്കെ അറിയപ്പെടുന്ന അജയ് പാൽ ശർമ്മ. ഉത്തർപ്രദേശിൽ ഇത്തരത്തിലൊരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അജയ് പാൽ ശർമ്മ. ആ തരത്തിൽ വളരെയധികം വാർത്തകൾ ഇദ്ദേഹത്തെക്കുറിച്ച് ബംഗാളിൽ തന്നെ, ഇദ്ദേഹം എത്തുന്നതിന് മുന്നേ തന്നെ ബംഗാളിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന തരത്തിൽ വൈറലായിരുന്നു. അത്തരത്തിൽ അജയ് പാൽ ശർമ്മ എത്തിയതിന് ശേഷം ബംഗാളിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ വൈഡനാക്കി. സെക്യൂരിറ്റി വളരെ മെച്ചപ്പെട്ട സെക്യൂരിറ്റി സംവിധാനത്തിന് കീഴിൽ നിന്നായിരുന്നു ഇത്തവണ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ഇവിടെ വോട്ട് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞു. ആദ്യത്തെ ഘട്ടത്തിൽ 91.8% വോട്ടും രണ്ടാമത്തെ ഘട്ടത്തിൽ 22.6% വോട്ടും രേഖപ്പെടുത്തിക്കൊണ്ട് മമതാ ബാനർജിയെ ഭരണത്തിൽ നിന്ന് കഴുത്തിൽ തൂക്കിയെടുത്ത് പുറത്ത് കളയുകയായിരുന്നു ജനം. ഇതിനു വേണ്ടിയൊരു സാഹചര്യം ഒരുക്കി. നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. കാരണം TMCക്കാർ പല തരത്തിലായിരുന്നു അവിടെ ഇലക്ഷൻ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. ചില പ്രത്യേക തരത്തിലുള്ള അത്തറുകൾ ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ആ അത്തർ ഈ വോട്ടിംഗ് മെഷീനിൽ തേച്ച് വയ്ക്കുകയും ആ വോട്ട് ചെയ്തു വരുന്ന ആളുടെ കൈ മണപ്പിച്ച് നോക്കിയതിന് ശേഷം അവരെ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിക്സ് പുരട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇലക്ഷൻ മെഷീനിൽ വിക്സ് പുരട്ടിയതിന് ശേഷം വോട്ട് ചെയ്യുന്ന ആൾ വരുമ്പോൾ അവരുടെ കയ്യിൽ വിക്സിൻ്റെ മണം BJPയുടെ ഭാഗത്തേക്കായിരിക്കും ഇത് പുരട്ടുന്നത്. ആരാണോ പ്രധാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി അവരുടെ ഭാഗത്തേക്ക് വിക്സ് പുരട്ടുകയും അവരെ വോട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇത് മനസ്സിലാക്കിയതിന് ശേഷം അവരെ തല്ലുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ജനങ്ങളെ ഒന്നടങ്കം അടക്കി പിടിച്ചു നിർത്തിക്കൊണ്ട് അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും TMC വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ അവർക്ക് TMCക്ക് വിജയിക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം അത്രമാത്രം വളരെ ടൈറ്റായിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിന് കീഴിലായിരുന്നു ബംഗാൾ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പലർക്കും പലതരത്തിലുള്ള പരാതികളുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ചും ഈ TMC പ്രവർത്തകരും അവരുടെ ഗുണ്ടകളും
അതോടൊപ്പം തന്നെ അവരുടെ കുടുംബങ്ങൾക്കുമായിരുന്നു ഈ പരാതി ഉണ്ടായിരുന്നത്. ഈ ജഹാംഗീർ ഖാൻ മത്സരിക്കുന്ന ഫാൾട്ട മണ്ഡലത്തിൽ തന്നെ, അതോടൊപ്പം തന്നെ സൗത്ത് 24 പർഗണയിലുമൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വ്യാപകമായ റെയ്ഡും മറ്റുമൊക്കെ നടന്നു. അപ്പോൾ അവരുടെ തന്നെ ചില ഈ ഗുണ്ടകൾ പരാതി പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഈ തിരിച്ചറിയൽ രേഖകളൊക്കെ എടുത്തുകൊണ്ട് പോയി പോലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിപ്പെടുന്നുണ്ടായിരുന്നു. പരാതിപ്പെടുന്നതിന് മറ്റു കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, ഇത് എടുത്തുകൊണ്ട് പോയതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. അവരെ കള്ളവോട്ട് രേഖപ്പെടുത്തുവാൻ അനുവദിച്ചില്ല, ജനങ്ങളെ ആക്രമിക്കുവാൻ അനുവദിച്ചില്ല. ഇവിടെ കേരളത്തിൽ നടക്കും ചില ചാനലുകളിൽ അവർക്ക് ബംഗാളിലെ ജനങ്ങൾക്ക്, അവിടെ ബംഗാളിലെ TMCക്കാർക്ക് കള്ളവോട്ട് രേഖപ്പെടുത്തുവാനും ജനങ്ങളെ തടയുവാനുമുള്ള അവകാശം, ജനാധിപത്യപരമായ അവകാശം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഫോർവേഡ് ബ്ലോക്കിൽ നിന്നൊക്കെയുള്ള ചില പ്രതിനിധികൾ വന്നിരുന്ന് ചർച്ചകൾ നടത്തുകയുണ്ടായി. അത്തരത്തിൽ ഒട്ടും ആശാസ്യകരമായ രീതിയിലല്ല പലരും ഇതിനെ നേരിട്ടത്. ഇതെല്ലാം ജനാധിപത്യപരമായ അവകാശമാണ് എന്ന് ആണ് ഇവർ സംസാരിച്ചത്. അല്ലെങ്കിലും അങ്ങനെയല്ലേ വരുള്ളൂ. കാരണം ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന വളരെ സംശുദ്ധമായിട്ടുള്ളൊരു സർക്കാരിന് നേരെ, കേന്ദ്ര സർക്കാരിന് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, ഇത്തരത്തിലുള്ളതായിട്ടുള്ള വാക്ധോരണികൾ മുഴക്കുന്ന ആൾക്കാർക്ക് വലിയ പിന്തുണയായിരിക്കും ലഭിക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് നേരെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് വളരെ വലിയ ഊഷ്മളമായ വരവേൽപ്പാണ്. പ്രത്യേകിച്ചും ഇവിടെ ഒരു മുഖ്യധാര ചാനലായ, നമ്മുടെ റേറ്റിംഗിൽ ഒന്നാമത് നിൽക്കുന്ന ചാനലായ ഏഷ്യാനെറ്റിൽ 2021 ഞാനിപ്പോഴും ഓർക്കുന്നു, 2021 ഒരു പ്രേക്ഷകൻ വിളിച്ച് പറയുകയായിരുന്നു, അവിടെ ബംഗാളിലെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വലിയ അക്രമങ്ങളൊന്നും കാണുന്നില്ലേ, നിങ്ങൾ ഈ ജനാധിപത്യം എന്ന് ഘോരം വാദിക്കാറുണ്ടല്ലോ, നിങ്ങളുടെ ചാനൽ ഈ ബംഗാളിൽ നടക്കുന്ന വലിയ അക്രമ പ്രവർത്തനങ്ങളും കൊള്ളയും കൊള്ളിവയ്പ്പും അതോടൊപ്പം തന്നെ പീഡനങ്ങളും നടന്ന ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഏഷ്യാനിൽ നിന്നൊരു സ്ത്രീ മറുപടി പറഞ്ഞതാണ്, അത് സംഘികളല്ലേ കൊല്ലപ്പെടുന്നത്, ഞങ്ങൾക്കെന്താണ്, ഞങ്ങൾക്കതിന് സൗകര്യമില്ല, വേണമെങ്കിൽ കണ്ടാൽ മതി. അതിനുള്ള രീതിയിലുള്ള മറുപടിയൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തകർ തന്നെ നൽകുകയുണ്ടായി. നിങ്ങൾ എന്തിനാണ് ബംഗാളിലെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അവിടെ ഓപ്പൺ പോൾ വയലേഷനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള അക്രമങ്ങളൊന്നും നടന്നില്ലല്ലോ കഴിഞ്ഞ തവണത്തെ പോലെ, പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടുത്തെ ആക്രമിക്കപ്പെടുന്നത് ഈ ഭീകരവാദികളായിട്ടുള്ള ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നിയാൽ പോരെ, അങ്ങനെ വിചാരിച്ചാൽ പോരെ, TMCക്കാരല്ലേ, നിങ്ങളെന്തിനാണ് ഇടപെടുന്നത്, നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ അതേ സ്റ്റാൻഡിൽ നിന്നൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല ഉശിരൻ മറുപടി തന്നെ ഇവർക്ക് കൊടുക്കുകയുണ്ടായി. അത്തരത്തിൽ ഇതൊക്കെ ജനാധിപത്യപരമായ അവകാശമാണ്, അക്രമം നടത്തുവാനുള്ള കാര്യം പോലും ജനാധിപത്യപരമായ അവകാശമാണെന്നൊക്കെയാണ് ഇവരൊക്കെ തട്ടിവിട്ടത്. എന്തായാലും ഇതൊന്നും ചെവിക്കൊള്ളുവാനായിട്ട് ജനം തയ്യാറായിട്ടില്ല. ജനം ഇതിനെതിരെ വളരെ ശക്തമായി തന്നെ വോട്ട് ചെയ്യുകയും ഇവരുടെ ഈ ഇത്തരത്തിലുള്ള തൊടുനായങ്ങളും തൊട്ടുനായങ്ങളും അതോടൊപ്പം തന്നെ ഈ ഭീകരവാദവും ഒക്കെ ഇനിയും ബംഗാളിൽ നടപ്പിലാക്കുവാൻ സാധിക്കില്ല, ഇനിയും ജനങ്ങളെ നിങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കരുതിക്കൂട്ടി തന്നെ ചെന്ന് വോട്ട് ചെയ്യുകയും ആ വോട്ട് ചെയ്യുന്നതിലൂടെ മമതാ ബാനർജിയെ പിടിച്ച് കഴുത്തിന് തൂക്കിയെടുത്ത് പുറത്ത് കളയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾക്കാണ് ഇവർ ആസൂത്രണം ചെയ്തതും ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കുവാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ കൊന്നിട്ടാണെങ്കിലും പുറത്താക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2021 ഇതിൽ മോഡൽ തന്നെ ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. 60% FIR ആണ്. ആ അക്രമത്തിൻ്റെ എല്ലാ ആക്രമണങ്ങളും റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. 60% ആക്രമണങ്ങൾ അവിടെ FIRകൾ രേഖപ്പെടുത്താതെ പോയി. നിരവധിയായിട്ടുള്ള സ്ത്രീപീഡനങ്ങൾ, കൊലപാതകങ്ങളൊക്കെയും നടന്നു. അത് യഥേഷ്ടം നടത്തിക്കൊണ്ട് അവിടെ വിഹരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ ഷെയ്ഖ് ഷാജഹാനെ പോലുള്ള ആൾക്കാർ അവിടെ നടത്തിയ അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. പ്രത്യേകിച്ചും അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് നേരെ, ഞാൻ ബംഗ്ലാദേശിയാണ്, ഹിന്ദു സ്ത്രീകളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആക്രമണങ്ങൾ നടത്തിയത്. എന്നിട്ടും വലിയ പിന്തുണയാണ് TMCയിൽ നിന്ന് ലഭിച്ചത്. അതിനെയൊക്കെയും അവഗണിച്ചുകൊണ്ട്, അതിനൊക്കെയും എതിരെ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് അവിടെ ഹിന്ദുക്കൾ വിജയിക്കുകയായിരുന്നു ആ സമരത്തിൽ. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് മമതയെ പുറത്താക്കി പുതിയ നേതൃത്വം ബംഗാളിൽ അധികാരത്തിൽ വന്നു. ഇനി ഒരിക്കലും മമതയ്ക്ക് ആ ബംഗാളിലേക്ക് കാലുകുത്താനാവില്ല. ഈ ഗുണ്ടാരാജും ജംഗിൾ രാജും കൊണ്ട് ബംഗാളിലേക്ക് വരികയും വേണ്ട എന്ന് ജനം ഒന്നടങ്കം തീരുമാനമെടുത്തു കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.